ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ പാചകമല്ല ചെയ്യുന്നത്. പാചകം ചെയ്ത് പാളിപ്പോയതിന് ശേഷമുള്ള പാത്രം വൃത്തിയാക്കലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ മസാല ഫ്രൈ ചെയ്തപ്പോൾ എല്ലാം കരിഞ്ഞു പിടിച്ചതാണ് പാത്രത്തിൽ. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടി ഉള്ള എളുപ്പമാർഗ്ഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പും ഒരു ചെറിയ സ്പൂണിൽ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, അതും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് വാഷിംഗ് പൗഡർ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ നന്നായിട്ട് തിളച്ചിടുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2-3 മിനിറ്റ് മതി. അപ്പോൾ തന്നെ വൃത്തിയാകും. ഇതാ കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, എല്ലാം ഇളകി നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട്. നമ്മൾ ചായ ചൂടാക്കുമ്പോൾ ഇപ്പോൾ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കുക, ഏതായാലും ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.